ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെയും സുധീഷിന്റെയും ഡിവോഴ്സിന് ശേഷം രാജീവ് നിധിയെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും നിധി സുധീഷിനെ വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയുമാണ്. കിളിക്കൂട്ടിലുള്ളവരുടെയും രാജീവിന്റെയും കുടുംബത്തിന്റെയും സമ്മതത്തോടുകൂടി നിധിയും സുധീഷും വിവാഹിതരാകുന്നു. തുടർന്ന് കിളിക്കൂട്ടിൽ എല്ലാവരുടെയും ഒപ്പം നിധിയും സുധീഷും സന്തോഷമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ രാജീവ് തക്കലയിൽ വെച്ച് നിധിക്കും സുധീഷിനും വേണ്ടി ഒരു റിസപ്ഷൻ നടത്താൻ തീരുമാനിക്കുന്നു. എല്ലാവരുടെയും നിർബന്ധം കാരണം നിധി ആ റിസപ്ഷന് സമ്മതിക്കുകയാണ്. റിസപ്ഷന് തക്കലയിലേക്ക് പോകാനായി നീതുവിന്റെ വീട്ടുകാരെയും ലളിതയെയും ഗംഗാധരനെയും ക്ഷണിക്കാനായി തീരുമാനിക്കുകയാണ് സുഭാഷും ഹരീഷും സുധീഷും. തുടർന്ന് ഹരീഷും സുധീഷും നീതുവിന്റെ വീട്ടിലേക്ക് ചെന്ന് റിസപ്ഷനായി ക്ഷണിക്കുകയാണ്. സീതയും ചന്ദ്രനും നീതുവും വളരെ സന്തോഷത്തോടുകൂടി റിസപ്ഷന് വരാമെന്ന് പറയുകയും ഹരീഷും സുധീഷും സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോവുകയുമാണ്. തുടർന്ന് സുഭാഷ് ലളിതയെയും ഗംഗാധരനെയും ക്ഷണിക്കാനായി അവരുടെ വീട്ടിലേക്ക് വരികയാണ്. സുനന്ദ ഇപ്പോൾ അശ്വിന്റെ വീട്ടിലല്ല താമസിക്കുന്നത്, ലളിതയുടെ ഒപ്പമാണ്. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറക്കുകയാണ് സുനന്ദ. സുഭാഷ് സന്തോഷത്തോടുകൂടി സുനന്ദയെന്ന് വിളിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുനന്ദ പറയുന്നു, സുഭാഷ് ഏട്ടനോ, വാ അകത്തേക്ക് കയറി വാ. ഇത് കേട്ട് സുഭാഷ് അകത്തേക്ക് കയറി വരുമ്പോൾ സുനന്ദ പറയുന്നു, ഇരിക്കും സുഭാഷ് ഏട്ടാ. സാരമില്ല, ഞാൻ ഇവിടെ നിന്നോളാന്ന് സുഭാഷ് പറയുമ്പോൾ സുനന്ദ പറയാണ്, ഇരിക്കും സുഭാഷ് ഏട്ടാ. അവിടേക്ക് ഇരുന്ന് സുഭാഷ് ചോദിക്കുന്നു, അമ്മായി ഇവിടെ ഇല്ലേ? അപ്പൊ സുനന്ദ പറയുന്നു, അകത്തുണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരാം. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ സുനന്ദ അകത്തേക്ക് പോവുകയാണ്. വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുന്ന ലളിതയുടെ അരികിലേക്ക് വന്ന് സുനന്ദ പറയുന്നു, അമ്മേ സുഭാഷ് ഏട്ടൻ വന്നിട്ടുണ്ട്. എന്താ കാര്യമെന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ദ പറയണം, വാ അമ്മേ, എന്താന്ന് പറഞ്ഞാലേ വരത്തുള്ളൂ. അമ്മ പോയി സംസാരിച്ചിരിക്കെ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, വാ അമ്മേ. ശരിയെന്ന് പറഞ്ഞ് ലളിത സുഭാഷിന്റെ അരികിലേക്ക് പോവുകയാണ്. സുനന്ദ അടുക്കളയിലേക്ക് പോകുന്നു. ലളിത അരികിലേക്ക് വരുമ്പോൾ അവിടെ വന്നെഴുന്നേറ്റ് സുഭാഷ് അമ്മായി എന്ന് വിളിക്കുകയാണ്. ലളിത പറയുന്നു, ഇരിക്കും സുഭാഷേ. സുഭാഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ ലളിത അവിടേക്ക് ഇരിക്കുകയാണ്. അമ്മായിക്ക് സുഖമാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ലളിത പറയുന്നു, ആ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. സുനന്ദ കുടിക്കാൻ വെള്ളവുമായി അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, അമ്മായി, ഞാൻ വന്ന കാര്യം പറയാം. സുധീഷിന്റെയും നിധിയുടെയും കല്യാണം കഴിഞ്ഞത് നിധിയുടെ അച്ഛന് ഇത്രയും നാളും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം നിധിയെയും സുധീഷിനെ അംഗീകരിച്ച് നന്നായി അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി സുനന്ദ പറയുന്നു, നല്ല കാര്യം സുഭാഷ് ഏട്ടാ, സന്തോഷമുള്ള കാര്യമല്ലേ? സുഭാഷ് പറയുന്നു, നിധിയുടെ അച്ഛനും അമ്മയും അവരുടെ കല്യാണം കണ്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ച് സിമ്പിൾ ആയിട്ടൊരു കല്യാണവും നടത്തി. ഇപ്പൊ അവര് ഒരു റിസപ്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു 10 പേരെങ്കിലും പോകണ്ടേ? അമ്മായിയും വലിയച്ഛനും സുനന്ദയും വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. റിസപ്ഷന് ക്ഷണിക്കാനാ ഞാൻ വന്നത്, നിങ്ങൾ ഉറപ്പായും വരണം. പുഞ്ചിരിച്ച് സുനന്ദ പറയുന്നു, ഞങ്ങൾ വരാം സുഭാഷ് ഏട്ടാ. എന്താമ്മേ, നമുക്ക് പോകാം. ലളിത ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ സുഭാഷ് പറയണ, എല്ലാവരും ഉറപ്പായും വരണം അമ്മായി. കണ്ടു നിറങ്ങിയ ലളിത പറയുകയാണ്, അവരെങ്കിലും നന്നായി ജീവിക്കട്ടെ. സുനന്ദ ചോദിക്കുന്നു, അമ്മേ സുഭാഷ് ഏട്ടൻ എന്താ പറയുന്നത്, അമ്മ എന്താ പറയുന്നത്? സുഭാഷ് ഏട്ടാ, ഞങ്ങൾ വരാം. വലിയച്ഛൻ ഇവിടെ ഇല്ലേന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ലളിത പറയുകയാണ്, ചേട്ടൻ ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കുക, നാളെ വരത്തുള്ളൂ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, ശരിയമ്മായി. ലളിതയും സുനന്ദയും ശ്രദ്ധിക്കുന്ന സുഭാഷ് ചോദിക്കാണ്, എന്താ രണ്ടുപേരുടെ മുഖത്ത് ഒരു വിഷമം? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ലളിത പറയണ, പ്രശ്നമൊന്നുമില്ല സുഭാഷേ, ഓരോരുത്തരുടെയും തലയിൽ എഴുതിയിരിക്കുന്നതല്ലേ നടക്കും. ഇത് കേട്ട് സംശയത്തോടുകൂടി സുഭാഷ് സുനന്ദയെ നോക്കുമ്പോൾ ഒന്ന് പതറി സുനന്ദ പറയണ, അമ്മ അങ്ങനെയാ സുഭാഷ്, ബന്ധമില്ലാതെ ഓരോന്നിങ്ങനെ പറയും. സുഭാഷ് എന്നത് കാര്യമാക്കണ്ട, ഞങ്ങൾ ഉറപ്പായും ഫംഗ്ഷന് വരാം. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ സുനന്ദ ചോദിക്കാണ്, എന്നാ സുഭാഷ് ഏട്ടാ ഫംഗ്ഷൻ? അപ്പൊ സുഭാഷ് പറയണ, നാളെ വൈകുന്നേരം തക്കലയിലാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് സുനന്ദ പറയുന്നു, ശരി ഞങ്ങൾ വരാം സുഭാഷ് ഏട്ടാ. അവിടെ വന്നിരുന്നിട്ട് സുഭാഷ് പറയണ, അപ്പൊ ഞാൻ ഇറങ്ങുവാണ്, കഴിച്ചിട്ട് പോവാൻ സുഭാഷ് ഏട്ടാന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് പറയണ, വേണ്ട സുനന്ദ, കുറച്ച് തിരക്കില്ല, പോയിട്ട് വരാം അമ്മായി. ശരി സുഭാഷ് എന്ന് ലളിത പറയുമ്പോൾ സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. ഞാൻ ഇപ്പൊ വരാം അമ്മയെന്ന് പറഞ്ഞ് സുനന്ദ സുഭാഷിന്റെ പിന്നാലെ പോകുന്നു. ലളിത വളരെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. തിരിഞ്ഞെന്ന് സുഭാഷ് ചോദിക്കുന്നു, സുനന്ദേ നിനക്ക് സുഖമല്ലേ? സുഖമാ സുഭാഷ് ഏട്ടാന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? സുനന്ദ ചോദിക്കുന്നു, എന്ത് സുഭാഷ് ഏട്ടാ ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ, അല്ല സാധാരണ അമ്മായി എന്നെ കാണുമ്പോൾ ദേഷ്യപ്പെടാറുണ്ട്, ഇപ്പം ഒന്നും പറയാതെ വിഷമിച്ചിരിക്കുന്നതായി തോന്നി. നിന്റെ മുഖത്തും സന്തോഷമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്ന് പതറി സുനന്ദ പറയുന്നു, പ്രശ്നമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, എനിക്ക് പനിയായിരുന്നു, വയ്യാത്തത് കൊണ്ട് റെസ്റ്റ് എടുക്കാന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ, അതുകൊണ്ട് മുഖം ടയർഡായി തോന്നുക, അല്ലാതെ വേറെ ഒന്നുമില്ല, ഞങ്ങള് സുഖമായിട്ടിരിക്കുന്നു. സുഭാഷ് സംശയത്തോടുകൂടി സുനന്ദയെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച സുനന്ദ പറയുന്നു, ഞങ്ങൾ ഉറപ്പായിട്ടും റിസപ്ഷന് വരാം സുഭാഷ് ഏട്ടാ. ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുനന്ദ വിഷമത്തോടുകൂടി അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് സംശയത്തോടുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. തുടർന്ന് കിളിക്കൂട്ടിലുള്ള എല്ലാവരും തക്കലയിലേക്ക് റിസപ്ഷന് പോവുകയും നീതുവും വീട്ടുകാരും സുനന്ദയും ലളിതയും റിസപ്ഷനിൽ പങ്കെടുക്കുകയും സന്തോഷത്തോടുകൂടി അവരോട് സംസാരിക്കുകയുമാണ് കിളിക്കൂട്ടിലുള്ളവർ. നിധിയുടെ നിർബന്ധപ്രകാരം രാജീവും ഹേമയും എല്ലാം അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നു. സുനന്ദയുടെയും ലളിതയുടെയും മാറ്റം സുഭാഷ് ശ്രദ്ധിക്കുന്നുണ്ട്. റിസപ്ഷൻ നല്ല രീതിയിൽ
നടക്കുന്നു. രാജീവിന്റെയും കുടുംബത്തിന്റെയും പെരുമാറ്റം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് റിസപ്ഷൻ കഴിഞ്ഞ അന്ന് രാത്രിയിൽ തന്നെ എല്ലാവരും കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. തുടർന്ന് സൈറ്റിലേക്ക് പോകുന്ന സുഭാഷ് കാണുകയാണ് റോഡ് സൈഡിലൂടെ നടന്നു വരുന്ന സുനന്ദയെ. സുഭാഷ് സുനന്ദ എന്ന് വിളിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയാണ് സുനന്ദ. സുഭാഷ് ചോദിക്കുന്നു, സുഖമായിട്ടിരിക്കുന്ന സുനന്ദ? അപ്പൊ സുനന്ദ പറയുന്നു, സുഖമായിട്ടിരിക്കുന്ന സുഭാഷ് ഏട്ടാ. ജോലിക്ക് പോവുകയല്ലേ സുഭാഷ് ഏട്ടൻ? പോയ്ക്കോ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുക. അപ്പൊ സുഭാഷ് പറയുന്നു, സുനന്ദ തനിച്ചല്ലേ പോകുന്നത്? എനിക്കിപ്പം അത്യാവശ്യമൊന്നുമില്ല, ഞാനും കൂടെ വരാം വാന്നും പറഞ്ഞ് സുഭാഷ് സുനന്ദയുടെ ഒപ്പം മുന്നോട്ട് നടക്കുകയാണ്. ആലോചിച്ചുകൊണ്ട് സുനന്ദയും കൂടെ നടക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ഭക്ഷണം കഴിച്ചോ? അപ്പൊ സുനന്ദ പറയണ, ഇല്ല സുഭാഷ് ഏട്ടാ, ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. റിസപ്ഷൻ നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്തിയവര്. പുഞ്ചിരിച്ച് സുഭാഷ് പറയണ, അതെ സുനന്ദ, അവർ ഇത്രയ്ക്ക് ഭംഗിയായി നടത്തുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. ഇത് കേട്ട് സുഭാഷിനെ നോക്കി പുഞ്ചിരിച്ച് സുനന്ദ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. സുഭാഷ് ഇടയ്ക്കിടയ്ക്ക് സുനന്ദയെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു, സുനന്ദയ്ക്ക് ശരിക്കും സുഖമാണോ അതോ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇത് കേട്ട് കണ്ണു നിറഞ്ഞ സുനന്ദ ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ? അപ്പൊ സുഭാഷ് പറയണ, അല്ല, നിന്നെ കാണുമ്പോൾ നിനക്ക് എന്തോ വിഷമമുള്ളതുപോലെ തോന്നുവാ എനിക്ക്. എപ്പോഴും ഞാൻ കാണാറുള്ള സുനന്ദയല്ല ഇപ്പോൾ. ആ ഉത്സാഹവും സംസാരവും ഒന്നുമില്ല ഇപ്പോൾ. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ സുനന്ദ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? കണ്ണു നിറഞ്ഞ സുനന്ദ പറയണ, റോഡിൽ വെച്ച് ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കില്ലേ സുഭാഷ് ഏട്ടാ, ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു പോകും. ഇത് കേട്ട് സുഭാഷ് വളരെ വിഷമത്തോടുകൂടി സുനന്ദയെ നോക്കുമ്പോൾ സുനന്ദ പറയണ, മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. സുഭാഷ് ചോദിക്കുന്നു, എന്തു പറ്റി? എന്താ സംഭവിച്ചേ? സുനന്ദ കണ്ണു നിറഞ്ഞ മുന്നോട്ട് നടക്കുമ്പോൾ ടെൻഷനോടുകൂടി സുഭാഷ് ചോദിക്കണേ, എന്തു പറ്റി സുനന്ദേ? സുനന്ദ കണ്ണീര് തുടയ്ക്കുമ്പോൾ സുഭാഷ് ചോദിക്കണേ, അയ്യോ എന്തു പറ്റി സുനന്ദേ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? അപ്പൊ സുനന്ദ പറയണ, വീട്ടില് പ്രശ്നങ്ങളാണ് സുഭാഷ് ഏട്ടാ, ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചതാ. സുഭാഷ് ഏട്ടൻ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം എന്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ അശ്വിൻ നല്ല ആളായിരുന്നു. ഖത്തറിന് പോകുന്നത് വരെ എന്നോട് നല്ല രീതിയിലാ പെരുമാറിയിരുന്നത്. പക്ഷെ അവിടെ പോയതിനു ശേഷം എല്ലാം മാറിപ്പോയി സുഭാഷ് ഏട്ടാ. എനിക്ക് ഫോൺ ചെയ്യുന്നത് നിർത്തി. അശ്വിൻ അച്ഛനെയും അമ്മയും മാത്രമാണ് ഫോൺ വിളിച്ച് സംസാരിക്കുക. എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലേ ഈ കല്യാണം നടത്തിയത്. പക്ഷെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അശ്വിൻ പറഞ്ഞു. ഖത്തറിൽ നിന്നും അശ്വിൻ വേറെ ഏതോ സ്ഥലത്തേക്ക് പോയി. അശ്വിൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി കാണാൻ അച്ഛൻ ശ്രമിച്ചു. പക്ഷെ അച്ഛന് അശ്വിനെ കാണാൻ പറ്റിയില്ല. അശ്വിൻ എന്തോ പ്രശ്നമുണ്ട് സുഭാഷ് ഏട്ടാ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയില്ല. ഒരുപാട് നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ നിന്നെ എനിക്ക് വേണ്ടാന്ന് എന്നോട് പറയും. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സുഭാഷ് ചോദിക്കുന്നു, വേണ്ടാന്ന് പറയുന്നു? എന്താ സുനന്ദ ഈ പറയുന്നത്? അപ്പൊ സുനന്ദ പറയണ, അതെ സുഭാഷ് ഏട്ടാ, അശ്വിൻ ഇപ്പൊ എന്നോട് ഡിവോഴ്സ് ചോദിക്കുന്നു. ഇത് കേട്ട് ഞെട്ടി സുനന്ദയെ നോക്കുകയാണ് സുഭാഷ്. എന്താ സുനന്ദ ഈ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുനന്ദ പറയണ, അവിടെ താമസിച്ച് എല്ലാം സഹിച്ച് മതിയായി എന്ന് എനിക്കും തോന്നി തുടങ്ങി. അശ്വിന്റെ അച്ഛനും അമ്മയും എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. എന്തിനും ഏതിനും വഴക്ക് പറയും. ഇതെല്ലാം അശ്വിനോട് പറയാമെന്ന് കരുതി വിളിച്ചാൽ അശ്വിൻ എന്റെ കോൾ എടുക്കുന്നില്ല. ആരുടെയോ വീട്ടിൽ പോയി താമസിച്ച് കാരണമില്ലാതെ വഴക്കും ശകാരവും കുറ്റപ്പെടുത്തലും കേട്ട് മടുത്തു സുഭാഷ് ഏട്ടാ. ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല സുഭാഷ് ഏട്ടാ. ഇത്രയും നാളും ഈ ക്രൂരതയെല്ലാം സഹിച്ച് ഞാൻ അവിടെ നിന്നത്. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ താമസിച്ച് എന്ത് ചെയ്യാനാ സുഭാഷ് ഏട്ടാ? ഡിവോഴ്സിന് ഞാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞ് അവര് വീണ്ടും എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അത് ദിവസത്തിന് ദിവസം കൂടിക്കൂടി വരികയായിരുന്നു. അതുകൊണ്ട് സുഭാഷ് ഏട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സുഭാഷ് പറയുന്നു, സുനന്ദ, ഞാൻ വേണമെങ്കിൽ അശ്വിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാം. അശ്വിനോടും സംസാരിക്കാം. സുനന്ദ പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടാ, അച്ഛനും അമ്മയും വലിയച്ഛനും എല്ലാവരും സംസാരിച്ചു. അവര് കാരണം പറയുകയാണെങ്കിൽ സാരമില്ലാന്ന് വെക്കാം. പക്ഷേ അശ്വിന്റെ കുടുംബത്തിന് ഒരു വല്ലാത്ത രീതിയാ. നമ്മുടെ വീട്ടിൽ നിന്നും അന്വേഷിക്കാൻ പോയപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ടെന്നൊക്കെ പറഞ്ഞതല്ലേ, അതെല്ലാം പച്ചക്കള്ളമായിരുന്നു സുഭാഷ് ഏട്ടാ. അവര് താമസിച്ച വീട് വാടക വീടായിരുന്നു സുഭാഷ് ഏട്ടാ. ഒരുപാട് കടം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്റെ സ്വർണമെല്ലാം എടുത്ത് പണയം വെച്ച് കടം തീർത്തു. എന്റെ സ്വർണം എല്ലാം വാങ്ങിച്ചെടുക്കുന്നത് വരെ അശ്വിൻ എന്നോട് നല്ല രീതിയിൽ പെരുമാറി, നന്നായി സംസാരിച്ചു. എന്റെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങി പണയം വെച്ച് കടമെല്ലാം തീർത്ത് ഗൾഫിലേക്ക് പോയത് അശ്വിൻ. അതിനുശേഷം അശ്വിൻ വേറൊരാളായി മാറിപ്പോയി സുഭാഷ് ഏട്ടാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സുഭാഷ് ഏട്ടാ. അച്ഛനും അമ്മയും വലിയച്ഛനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണമാ. അതെങ്ങനെയെങ്കിലും തിരിച്ചു മേടിച്ചാൽ മതിയെന്ന് തോന്നുക. അശ്വിനും അശ്വിന്റെ കുടുംബത്തിലുള്ളവരും ചതിയന്മാരാ. ചതിച്ച് കല്യാണം കഴിച്ചു. അവര് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു സുഭാഷ് ഏട്ടാ. അശ്വിൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അച്ഛൻ അതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴേ സുഭാഷ് ഏട്ടാ എല്ലാം അറിഞ്ഞത്. ഇങ്ങനെ ചതിക്കപ്പെട്ടല്ലോ എന്നോർത്ത് വീട്ടിലുള്ള എല്ലാവരും വല്ലാതെ വിഷമിക്കുകയാണ്. അത്രയുള്ളൂ സുഭാഷ് ഏട്ടാ. ഇതാണ് എന്റെ തലയിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ സുനന്ദ കരയുമ്പോൾ സുഭാഷ് വളരെ വിഷമത്തോടുകൂടി സുനന്ദയെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുനന്ദ പറയുന്നു, ഇതാണ് നിന്റെ തലയിലെഴുത്ത്. അവിടെ ജീവിച്ചത് മതി. ഡിവോഴ്സ് ചെയ്തിട്ട് വീട്ടിൽ അമ്മയുടെ കൂടെ നിന്നാ മതിയെന്ന് അച്ഛനും പറഞ്ഞു. അവര് ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ അച്ഛനും അമ്മയും എല്ലാം മതിയാക്കി വീട്ടിലേക്ക് വന്ന് നിന്നോളാൻ പറഞ്ഞു. എന്റെ വിവാഹ ജീവിതം മൊത്തത്തിൽ അവസാനിച്ച് സുഭാഷ് ഏട്ടാ. ഇതെല്ലാം പറഞ്ഞാൽ സുഭാഷ് ഏട്ടൻ വിഷമിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഒന്നും പറയാഞ്ഞത്. എല്ലാം കേട്ട് സുഭാഷ് കണ്ണു നിറങ്ങി നിൽക്കുകയാണ്. സുനന്ദ പൊട്ടിക്കരയുന്നു. ചുറ്റും നോക്കി കണ്ണീര് തുടച്ച് സുഭാഷ് പറയുന്നു, വാ
സുനന്ദേ നമുക്ക് പോകാം. അങ്ങനെ അവർ മുന്നോട്ട് നടക്കുകയാണ്. സുനന്ദ കണ്ണീര് തുടച്ച് സുഭാഷിന്റെ ഒപ്പം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. സുഭാഷ് വിഷമത്തോടുകൂടി സുനന്ദ എന്ന് വിളിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുനന്ദ പറയുന്നു, അത് വീട് സുഭാഷേട്ടാ, ഇതാണ് എന്റെ വിധിന്ന് വിചാരിച്ചാ മതി. അപ്പൊ സുഭാഷ് പറയണ, സുനന്ദേ നീ വിഷമിക്കാതെ, നമുക്കിത് ശരിയാക്കാം. അപ്പൊ സുനന്ദ പറയണ, അതൊന്നും നടക്കില്ല സുഭാഷേട്ടാ, സുഭാഷേട്ടൻ ജോലിക്ക് പോയിക്കോ. ശരിയെന്ന് പറഞ്ഞ് സുനന്ദ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. സുഭാഷ് കണ്ണു നിറഞ്ഞ് സുനന്ദ പോകുന്നത് നോക്കി നിൽക്കുന്നു. ക്ഷേത്രത്തിനകത്തേക്ക് കയറിയ സുനന്ദ കണ്ണു നിറഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ വളരെ വിഷമത്തോടുകൂടി കണ്ണീര് തുടച്ച് അവിടെ നിന്ന് പോവുകയാണ് സുഭാഷ്. തുടർന്ന് സൈറ്റിലേക്ക് പോകുന്ന സുഭാഷ് ഓർക്കുകയാണ് സുനന്ദയുമായുള്ള നല്ല നിമിഷങ്ങൾ. പണ്ട് സുനന്ദ സന്തോഷത്തോടുകൂടി കിളിക്കൂട്ടിലേക്ക് വരുന്നതും സുഭാഷുമായി അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നതും സുഭാഷ് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതും സുഭാഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുമെല്ലാം. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുഭാഷ് വളരെ വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. കുറച്ചിപ്പുറത്തായിരുന്നു പഠിക്കുന്ന നികേഷ് സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ചായയുമായി അവിടേക്ക് വന്ന നിധി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നുവെങ്കിലും സുഭാഷ് ഇത് ശ്രദ്ധിക്കുന്നതേയില്ല. നിധി വീണ്ടും സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, മോള് ചായ ഉണ്ടാക്കിയോ? ഞാൻ ചായ ഇട്ടേനേലോ. നിധി പറയുന്നു, സാരമില്ല സുഭാഷ് ഏട്ടാ, കുടിക്ക്. ചായ എടുത്ത് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് സുഭാഷ്. സുഭാഷിനെ ശ്രദ്ധിക്കുന്ന നിധി ചോദിക്കുന്നു, എന്തു പറ്റി സുഭാഷ് ഏട്ടാ, മുഖത്തൊരു വിഷമം? അപ്പൊ സുഭാഷ് പറയണ, മോളെ വഴിയിൽ വെച്ചിന്ന് ഞാൻ സുനന്ദയെ കണ്ടു. സന്തോഷത്തോടുകൂടി നിധി ചോദിക്കുന്നു, സുനന്ദയോ? സുനന്ദ വീണ്ടും വന്നോ? റിസപ്ഷൻ കഴിഞ്ഞിട്ട് പോയില്ലായിരുന്നോ? സുഭാഷ് പറയണ, ഇല്ല, അശ്വിനുമായുള്ള ജീവിതം മതിയാക്കി വന്നതാണെന്നാ പറയുന്നത്. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് നിധിയും നികേഷും. നിധി ചോദിക്കുന്നു, സുഭാഷൻ എന്തേ പറയുന്നേ? സുഭാഷ് പറയുന്നു, അതേ മോളെ, പാവ സുനന്ദ, അവളെ അശ്വിന്റെ അച്ഛനും അമ്മയും ടോർച്ചർ ചെയ്യുകയായിരുന്നു. ഇത് കേട്ട് നിധി പറയണ, അവരെല്ലാവരും നന്നായി നോക്കുന്നുണ്ടെന്നാ എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, അതെ, തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാ നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴാ അവരുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കിയത്. ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു സുനന്ദ. അങ്ങനെ സുനന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഭാഷ് നിധിയോടും നികേഷിനോടും പറയുകയാണ്. എല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് അവർ. തുടർന്ന് സുഭാഷ് പറയുന്നു, അന്ന് നമ്മളോട് സുനന്ദയുടെ ഹസ്ബൻഡ് പറഞ്ഞത് ദുബായിലേക്ക് പോയിട്ട് വിസ പ്രോസസിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് സുനന്ദയെ കൂട്ടിക്കൊണ്ടു പോകുമെന്നല്ലേ? അതേ സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, പക്ഷെ അവൻ സുനന്ദയെ ഗൾഫിലേക്ക് കൊണ്ടുപോയില്ല. പിന്നെ അവൻ ദുബായിലെ ജോലി മതിയാക്കി ഖത്തറിലേക്കോ മറ്റേതോ സ്ഥലത്തേക്കോ പോയി. സുനന്ദയുടെ അച്ഛൻ അശ്വിനെ കാണാനായി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നെങ്കിലും കാണാൻ പറ്റിയില്ല. പിന്നീട് ചെന്നപ്പോൾ അശ്വിൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. ആ അശ്വിൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അവൻ സുനന്ദയെ ചതിച്ച് കല്യാണം കഴിച്ചതാണെന്ന് വീട്ടുകാരിപ്പം മനസ്സിലാക്കി. അവനെ കുറിച്ച് എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് സുനന്ദ എന്നോട് പറഞ്ഞു. ഫോൺ വിളിച്ചാൽ പോലും അവൻ എടുക്കത്തില്ലെന്ന്. അമ്മായിയച്ഛനും അമ്മായിയമ്മയും അവളെ ടോർച്ചർ ചെയ്യുക. ഇതെല്ലാം താങ്ങാനാകാതെയാ സുനന്ദ ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി അശ്വിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലെന്നാ പറയുന്നേ. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, സുഭാഷൻ എന്തേ പറയുന്നേ? അപ്പൊ സുഭാഷ് പറയണ, അതേ മോളെ, പാവം സുനന്ദയെല്ലാം കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്. എല്ലാം കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി മോളെ. അന്ന് റിസപ്ഷന് ക്ഷണിക്കാൻ ചെന്നപ്പോൾ സുനന്ദയെ ഞാൻ ശ്രദ്ധിച്ചതാ. സുനന്ദയുടെ മുഖത്ത് പഴയ സന്തോഷവും ഉത്സാഹവും ഒന്നും ഇല്ലായിരുന്നു. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഇന്ന് ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു സുനന്ദ. കണ്ടു നിറഞ്ഞ നിധി പറയുന്നു, വല്ലാത്ത കഷ്ടമാണല്ലോ സുനന്ദയുടെ കാര്യം. നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ സുഭാഷേട്ട. അപ്പൊ സുഭാഷ് പറയണ, ഞാൻ അശ്വിന്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കട്ടെ എന്ന് സുനന്ദയോട് ചോദിച്ചതാ. സുഭാഷേട്ടൻ വന്ന് സംസാരിച്ചാൽ ശരിയാകില്ല എന്ന് സുനന്ദ പറഞ്ഞു. അതും ശരിയല്ലേ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ പോയി ചോദിക്കാൻ പറ്റും, നമ്മൾ എങ്ങനെ ചെന്ന് ചോദിക്കാനാ? പാവം നല്ല കുട്ടിയാ, ഇത്രയും നാളും സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ എല്ലാവരും അവളെ ടോർച്ചർ ചെയ്യുകയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ഇത് കേട്ട് നിധി പറയണ, മനസ്സിലാവുന്നുണ്ട് സുഭാഷേട്ടാ, ഞാൻ സുനന്ദയെ കണ്ടെന്ന് സംസാരിക്കട്ടെ. സുനന്ദ തിരിച്ചു വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. അപ്പൊ സുഭാഷ് പറയണ, എനിക്കും അറിയില്ലായിരുന്നു മോളെ. ഇതിനു മുമ്പ് സുനന്ദ എപ്പോ വീട്ടിൽ വന്നാലും ഇങ്ങോട്ട് വരുമല്ലോ. പക്ഷെ ഇത്തവണ സുനന്ദ ഇങ്ങോട്ട് വന്നില്ല. അപ്പോഴേ എനിക്ക് എന്തോ സംശയം തോന്നി. മുഖത്തൊരു സന്തോഷവും ഇല്ലായിരുന്നു. ഇപ്പം കാരണം അറിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ. സുനന്ദയുടെ കരച്ചില് ഇപ്പോഴും എന്റെ കണ്ണിൽ തന്നെ ഉണ്ട്. അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടാ, ചാന്ദിനി ചേച്ചിയെ ചതിക്കല്ലേ. ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ എക്സിനോട് സംസാരിക്കുന്നത് തെറ്റാണ്. ദേഷ്യത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്നു, എടാ എന്താടാ എക്സ് വയ്യ? എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന കുട്ടിയാ സുനന്ദ. നമ്മളെല്ലാവരും ഒരുമിച്ച് വളർന്നവരല്ലേ. ആ കുട്ടി ഇന്ന് എന്റെ മുന്നിൽ പൊട്ടിക്കരയുമ്പോൾ എനിക്ക് വിഷമം തോന്നില്ലേ? അതിന് നീ എക്സ് ആണ് വൈ ആണെന്നൊന്നും പറയണ്ട മോളെ. നിധി ഇവൻ പറയുന്നത് കേട്ടില്ലേ? അപ്പൊ നിധി പറയണ, നികേഷ് അങ്ങനെയൊന്നും പറയരുത്. സുനന്ദ നമ്മുടെ ക്ലോസ് റിലേറ്റീവ് അല്ലേ. സുനന്ദയ്ക്ക് ഒരു വിഷമം വരുമ്പോൾ സുഭാഷേട്ടൻ അത് വിഷമമാകില്ലേ? അതിനൊക്കെ പരിഹസിക്കാൻ നിൽക്കരുത്. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സുഭാഷ് പറയണ, നീ ഒന്നും പറയണ്ട. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഞാൻ അക്കാര്യം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ സുനന്ദ പറയുന്നത്. സുനന്ദ സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നാ ഞാൻ ഇത്രയും കാലവും വിചാരിച്ചത്. എന്തുകൊണ്ടാ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നറിയില്ല. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചാന്ദിനി. കോള് കണ്ട് സുഭാഷ് പറയുന്നു, മോളെ ചാന്ദിനിയെ വിളിക്കുന്നത്. അപ്പൊ നിധി പറയണ, സുഭാഷേട്ടാ ഈ കാര്യമൊന്നും ചാന്ദിനിയുമായിട്ട് ഡിസ്കസ് ചെയ്യണ്ട. മോൾ അങ്ങനെയാണോ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കണ, സുഭാഷേട്ടാ അത് പറയാൻ വേണ്ടി ഇരുന്നതാണോ? അപ്പൊ നിധി പറയുന്നു, നികേഷ് ഞാൻ സംസാരിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾ തെറ്റായി കാണാൻ സാധ്യതയുണ്ട്.
ഉണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ സുഭാഷ് പറയണ കട്ടായി മോളെ, ഞാൻ പിന്നെ സംസാരിച്ചോളാം, സുനന്ദയെ കുറിച്ച് പറയില്ല. അപ്പൊ നികേഷ് പറയണ സുഭാഷ് ഏട്ടാ, സംസാരിക്കുമ്പോൾ ഏട്ടത്തി പറഞ്ഞത് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും, വെറുതെ ഓരോന്ന് പറയല്ലേ. അപ്പൊ സുഭാഷ് പറയണ പറയില്ലടാ, ഇന്ന് സുനന്ദയെ കണ്ടത്, അവള് കരഞ്ഞത്, അതെല്ലാം ഓർത്ത് മനസ്സിൽ വല്ലാത്ത വിഷമമായിരുന്നു, അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞേ. ശരി മോളെ, ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ. അപ്പൊ നിധി പറയണ നികേഷ് പാവാ സുനന്ദ, നല്ല കുട്ടിയാ, നേരി പോയി കണ്ട് സംസാരിക്കണം. അപ്പൊ നികേഷ് പറയണ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. നിധി ചോദിക്കുന്നു നീ എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ നികേഷ് പറയണ ഒന്നും പറഞ്ഞില്ല ഏട്ടത്തി, ബിസ്ക്കറ്റ് തീരാറായെന്ന് പറയുകയായിരുന്നു. തുടർന്ന് രാത്രി ചാന്ദിനി സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇന്ന് എന്താ ഉണ്ടാക്കിയത്, എന്ത് കഴിച്ചു എന്നൊക്കെ അവർ ചോദിക്കുകയാണ്. തുടർന്ന് സുഭാഷ് നല്ല രീതിയിൽ സംസാരിക്കാത്തത് കൊണ്ട് സുഭാഷിന് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്താ പ്രശ്നം എന്നൊക്കെ ചാന്ദിനി ചോദിക്കുമ്പോൾ സുനന്ദയുടെ കാര്യം പറയുകയാണ് സുഭാഷ്. ഇന്ന് എന്റെ അമ്മായിയുടെ മകൾ സുനന്ദയില്ലേ, സുനന്ദയെ കണ്ടായിരുന്നു, ഭർത്താവിന്റെ വീട്ടില് പ്രശ്നമായതുകൊണ്ട് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുക. ചാന്ദിനി ചോദിക്കുന്നു ക്യാ പ്രോബ്ലം? അപ്പൊ സുഭാഷ് പറയണ ഇന്ന് ഞാൻ റോഡിൽ വെച്ച് സുനന്ദയെ കണ്ടായിരുന്നു. സുനന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഭാഷ് ചാന്ദിനിയോട് പറയുമ്പോൾ ചാന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സുഭാഷ് പറയുന്നു അശ്വൻ സുനന്ദയും വീട്ടുകാരെയും ചതിച്ച് കല്യാണം കഴിച്ചതാ. അശ്വന്റെ വീട്ടിലുള്ളവരെല്ലാം സുനന്ദയോട് മോശമായിട്ട് പെരുമാറുന്നത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ചാന്ദിനി. പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങുമെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ചാന്ദിനി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് സുനന്ദയുടെ കരച്ചിൽ കണ്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ചാന്ദിനി. സുനന്ദ ഒരു പാവ, ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കും, പാവം. ഇന്ന് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ചാന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു ചാന്ദിനി എന്തുപറ്റി, ഉറക്കം വരുന്നോ? ഉറക്കം വരുന്നു എന്ന് ചാന്ദിനി പറയുമ്പോൾ സുഭാഷ് പറയണ ലേറ്റ് ആയില്ലേ, ശരി പോയി കിടന്ന് ഉറങ്ങ ചാന്ദിനി, നമുക്ക് നാളെ സംസാരിക്കാം. എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമായിരുന്നു, അതുകൊണ്ടാ നീ ചോദിച്ച ഉടനെ ഞാൻ പറഞ്ഞത്. ശരി നീ പോയി കിടന്നോ, ഞാൻ വെക്കുക. അങ്ങനെ സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ചാന്ദിനി ഓർക്കുകയാണ് തറവാട്ടമ്പലത്തിൽ പോയപ്പോൾ സുനന്ദയെ കണ്ടതും സംസാരിച്ചതുമെല്ലാം. തുടർന്ന് ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുനന്ദ. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്